ഹലോ, ഗുഡ് മോർണിംഗ്. തീ എത്ര കത്തിച്ചിട്ടും കത്തണില്ല കേട്ടാ. പുകഞ്ഞിരിക്കുക. എന്താന്ന് വെച്ചാലേ അവിടെ മുകളിൽ ടെറസിന്റെ മുകളിൽ ചെറുതായിട്ട് ചാറ്റലടി കൊള്ളുണ്ടേ. അങ്ങനെ കുറെ തീപ്പെട്ടി, ഒരു 5-6 തീപ്പെട്ടി കത്തിച്ച് 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 ഒരു പരിവായി. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എന്താ പറയുക, കുറച്ച് കടലാസ് എടുത്തോണ്ട് കത്തിച്ചു വെച്ചു. അപ്പൊ അങ്ങോട്ട് കത്തി. അപ്പൊ ഇന്ന് നമ്മളിതേ ഈ റൈസ് ആട്ടോ, അതായത് നമ്മുടെ വൈറ്റ് റൈസ് ഇല്ലേ, അത് ഇടണം കേട്ടോ. കാരണം നമ്മുടെ അമ്മുക്കുട്ടി ഇന്ന് ക്യാമ്പിന് ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ക്യാമ്പ് കഴിഞ്ഞിട്ട് 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ അവൾക്ക് വൈറ്റ് റൈസ് കൂടുതൽ ഇഷ്ടം വൈറ്റ് റൈസാ. പിന്നെ നമ്മൾ ഈ ഹെൽത്തി കുട്ടന്മാരാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രൗൺ റൈസ്, അത് കുറച്ചൊരു മൊരുമൊരുപ്പ് കൂടുതലാ. അതായത് ഇങ്ങനെ റഫ് ആയിരിക്കും ബ്രൗൺ റൈസ്. ഇതാവുമ്പോ ഒരു മയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ഒന്നാമത്തത് ആകെ ക്ഷീണിച്ചും അതുപോലെ തന്നെ ആകെ ഇതൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ അവൾക്ക് ഒന്ന് ഫേവറേറ്റ് ആയിട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്നിപ്പോ വൈറ്റ് റൈസ് ഇടുന്നത്. അങ്ങനെ അരി ഇട്ടു, കഴുകിയിട്ടു. പിന്നെ ദേ നമുക്കിന്ന് കായും പയറും കൂടിയിട്ട് വീട്ടിൽ നിന്ന് അന്തിക്കഴിഞ്ഞ അമ്മ കുറച്ച് പയർ എന്ന് വെച്ചാൽ ഉണക്കപ്പയറില്ല, നമ്മുടെ കോളുണ്ടാവണതാണ്. പച്ചപ്പയർ ഉണക്കിയെടുത്ത് എടുക്കണതാട്ടോ. അപ്പൊ പച്ചപ്പയർ, പിന്നെ നമ്മുടെ കായും കൂടിയിട്ട് ഇട്ടിട്ട്, അപ്പൊ ഞാൻ ഉണക്കപ്പയർ നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുതിർന്നുണ്ട്. അപ്പൊ അത് നേരെ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഈ കായ നന്നായി പയർ വെന്ത് കഴിയുമ്പോൾ ഈ കായ ഇട്ടിട്ട് ഒന്നൊരു വിസിലും കൂടി, 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല കുഴമ്പനായിട്ട് കിട്ടും. അത് ഇവിടെ ഇഷ്ടാ, ചേട്ടന് ഇഷ്ടാ പയർ. അപ്പോ പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ. തക്കാളി ചമ്മന്തി ഇന്ന് നമുക്ക് പിള്ളേർക്കും സ്കൂളില്ലാത്ത ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പം ആണ് ഉണ്ടാക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചമ്മന്തി. അപ്പൊ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ ഈ എന്റെ ഡ്രസ്സിന്റെ അവിടെ തൂക്കിയിട്ടാണ് എന്താണെന്നറിയോ, ടവലാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ജലദോഷം. 2 ദിവസമായി കാലത്തേറ്റ ഭയങ്കര തുമ്മല്. അതെനിക്ക് ഓൾറെഡി ഉണ്ട് അലർജി. പക്ഷെ ഇപ്പൊ എന്തിനാ കുറെ നേരമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് തുമ്മലുണ്ട്. അപ്പൊ ഞാനൊരു ടവല് കൊണ്ട് വെച്ചതാട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ നമ്മള് തീ അങ്ങനെ ഒന്ന് കത്തി പിടിഞ്ഞ് കിട്ടിയിട്ടോ. ഈശ്വരാ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്താണ്ട്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മുക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ദേ ചൂടുവെള്ളം, നമ്മുടെ ഇൻസ്റ്റന്റ് കാപ്പി പൊടി അതിലേക്ക് ഇട്ടിട്ട്, പിന്നെ ഞാനേ നമ്മുടെ മല്ലിക്കാപ്പി ഉണ്ടാക്കണം കാണിക്കാട്ടോ. നമുക്കിപ്പോ കർക്കിടകമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ മല്ലിക്കാപ്പി കുടിക്കുന്നത് നല്ലതാട്ടോ. മല്ലിയുടെ ഫ്ലേവർ ഒക്കെ കിട്ടി കുടിക്കണത്. അതില് നമ്മുടെ കരിപ്പെട്ടിക്ക് ഇട്ടിട്ട്, അപ്പൊ ദേ നമ്മുടെ എന്താ പറയാ, വെള്ളപ്പം ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പയറ് കായും കൂടി കാച്ചി സെറ്റ് ആക്കണം. അതിന് മുന്നേ ഞാൻ തക്കാളി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ പണികൾ ചെയ്യണ്ട. അതിന്റെ ഇടയിൽ നമ്മള് നമ്മുടെ കാപ്പിയും കുടിക്കുന്നുണ്ട്. വിറക് തീ പിന്നെ കത്തണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ടിരിക്കണേ. ഇന്ന് ഫുള്ള് എനിക്ക് പണി തന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വന്നിട്ട് ചോറ് ഊറ്റാന്നൊക്കെ ഉള്ള പ്ലാൻ ഇട്ടു. കാരണം ഈ ഒന്നാമത്തത് ഈ അരി നല്ലോണം വേവുണ്ട്. അതായത് കുറെ നേരം കിടന്ന് വേവണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിള്ളേർക്ക് പോകണ്ടല്ലോ അമ്മൂനൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ജിമ്മിന് പോയി വന്നിട്ടാണെങ്കിൽ ഊറ്റിയാൽ മതി. അപ്പൊ നന്നായി വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ അതിന്റെ ഇടയിൽ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ പയറും കായും കൂടി വെന്തുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല ഒരു കുഴമ്പനാക്കി അങ്ങോട്ട് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ട് കാച്ചെടുത്താൽ നല്ല രസമായിരിക്കും, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാലേ, നമ്മൾ മോര് ഭയങ്കര ഇഷ്ടം പോലെ മോര് കാച്ചണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ തൈര് മീൻസ് നന്നായി വെള്ളം ഒഴിച്ചത് അടിച്ചെടുത്ത് ലൂസാക്കിയാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ച് തിക്നെസ്സിൽ അപ്പൊ സെറ്റ് ആവും. അപ്പൊ നമ്മൾ ചോറ് ഊറ്റിയിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ ദേ നമ്മുടെ വെള്ളപ്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പാറക്കുട്ടി എങ്ങാനും എണീക്കുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോണേ. പിന്നെ ഞാൻ പാറുവിന് കുറച്ച് പയറും കായും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമുക്ക് നമ്മുടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും കൂടി ആവുമ്പോഴേ നമുക്ക് വെള്ളപ്പം കഴിക്കാനായിട്ട് ഇതാണ്. പിന്നെ ദേ മോര് കാച്ചി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുള്ളൂ, വൈകുന്നേരം ഇതൊന്നും കഴിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ഒരു നേരത്തേക്കുള്ള ഫുഡ് അങ്ങനെയാട്ടോ. പിന്നെ കറി എന്തെങ്കിലും തോരനൊക്കെ ബാക്കി ഇനി വ്യത്യാസം എടുക്കും, അതായത് ഈ തോരനൊക്കെ. അങ്ങനെ എല്ലാം സെറ്റായി. ഞാൻ ഡ്രസ്സ് മാറി, നല്ല മഴ. അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. കാരണം ചേട്ടൻ എന്നോട് പറയും, നീ എന്നെ വിളിച്ചോ, ഞാൻ നിന്നെ കൊളന്നാക്കാം, നീ മഴയത്ത് ഇങ്ങനെ നടന്നു പോകണ്ടാന്ന്. എനിക്ക് പക്ഷെ നടക്കാൻ ഇഷ്ടം. അപ്പൊ അതിന് ചേട്ടൻ അമ്മൂന് പോകണ്ട. അപ്പൊ പിന്നെ ഞാൻ വെറുതെ തന്നെ ചേട്ടനെ വിളിക്കണം, ആളവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് പതുക്കനെ ഡ്രസ്സൊക്കെ മാറി തട്ടുമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് വേഗം കുടയും എടുത്ത് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ സാധാരണ നമ്മുടെ തോട്ടിൽ കൂടിയേ പോവാറ്. തോട്ടിൽ നിറച്ച് വെള്ളം, അതുകൊണ്ട് നമ്മൾ നീന്തി പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഹൈവേ കൂടെ പോന്നു കേട്ടോ. അങ്ങനെ നമ്മള് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ. അപ്പൊ ആദ്യം വന്ന് ഞാൻ വാമപ്പ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കിനുള്ള വർക്കൗട്ട് അതൊക്കെ ആട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോ എന്താ പറയാ, പിന്നെ എന്റെ വർക്കൗട്ടിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ ഒക്കെ കാണിക്കാറുണ്ട്, എല്ലാവർക്കും അറിയാം എന്നെ സ്ഥിരം കാണുന്നവർക്ക്. പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ കുറെ പേര് നല്ല സപ്പോർട്ടാട്ടോ. അതായത് ഇങ്ങനെ
പറയലുണ്ട് നല്ല കാണാൻ ഇഷ്ടമാണെന്നൊക്കെ. അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ എന്താണോ ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് പറ്റാവുന്നതൊക്കെ എടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നും പോകും. ചില അവസരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ, ബാക്കി ഡെയിൻമേൽ എടുത്തോണ്ടിരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ അതൊക്കെ മറക്കും. എന്താ ചെയ്യാ, നമുക്ക് ഓരോ തിരക്കല്ലേ. ഇനി ചെന്നിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ അത്രയും പണികളാണ് ചെന്നിട്ടുള്ളത്. അങ്ങനെ നമ്മള് ഓരോരോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബൈസിപ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും ചെയ്യുന്നുണ്ട്. ബാക്കും ബൈസിപ്സും ആണ് ചെയ്യണത്. അങ്ങനെ പിന്നെ എന്റെ വർക്കൗട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ഒക്കെ നമ്മളിങ്ങനെ 3 സെറ്റ് ഒക്കെ ചെയ്യില്ലേ, 15 കൗണ്ട് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇപ്പൊ നമ്മള് 2.5 ഇട്ടിട്ടാ ചെയ്യണേ. നമ്മൾ ജസ്റ്റ് ഒരു 5 ഇടും, എന്നിട്ട് ഞാൻ ആ ലാസ്റ്റ് കൗണ്ടിൽ ചെയ്ത് നോക്കും. അങ്ങനെ പതുക്കെ തന്നെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യണം കറക്റ്റ് ആവില്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു 5 കൗണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പതുക്കെ നമ്മളത് അതിനോട് ഗ്രാജുവലി സെറ്റ് ആവും. ഇപ്പൊ ഞാൻ 5 എടുത്തിട്ട് ചെയ്തിരുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ. ഇപ്പൊ ഞാൻ 7.5 എടുത്തിട്ട് ചെയ്യണേ. അപ്പൊ അതിന്റെ ഒരു അങ്ങനെ അങ്ങനെ നമ്മൾ പതുക്കെ ചെയ്താണൊക്കെ ശരിയാവണത്. അപ്പൊ അതങ്ങനെ പാർക്കിങ്ങിൽ അങ്ങനെ ചെയ്യാനൊക്കെ ഒരു നമ്മള് പ്രത്യേകിച്ചും സ്ത്രീകൾ 5 എടുത്ത 5 തന്നെ ഇരിക്കുന്ന കുറെ റീൽ കണ്ടിട്ടില്ലേ. പക്ഷെ നമുക്ക് മാറ്റാനൊക്കെ പറ്റും. എത്ര സ്ത്രീകളെ എത്ര വെയിറ്റ് എടുക്കണം. വെയിറ്റ് എടുക്കണതിലല്ല, നമ്മൾ ചെയ്യുന്നല്ലതാ. നമുക്ക് നമ്മളെ വരുമ്പോ ഒരു വെയിറ്റിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് പറ്റണ പോലെ കുറേശ്ശെ പതുക്കെ നമുക്ക് കൂട്ടിയെടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ എന്റെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട് എനിക്ക് നേരം ഉണ്ടല്ലോ, ഇന്നിപ്പോ ചെടപടേന്ന് പോകണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ സ്കിപ്പിങ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യം. പിന്നെ 1-2 യോഗ പോസുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്ത് ഇന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റി. കാരണം ഇന്ന് തിക്കും തിരക്കും പിടിച്ച് പോകണ്ട. അപ്പൊ ആറുവിന് സ്കൂളിൽ പോണ കാരണം ഞാനൊരു 7:30-7:45 ഉള്ളിൽ ഓടും ജിമ്മിൽ നിന്ന്. എന്താ വെച്ചാല് അവിടെ എത്തിയിട്ട് ഇനി ആറുവിനെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അവളുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പക്ക് നേരാവും അവൾക്ക് പോവാൻ. അതുകൊണ്ട് ലേറ്റ് ആവണ കാരണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ ഞാൻ നടന്നാ പോണേട്ടാ. ചേട്ടനെ വിളിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ആള് എനിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് കൊടയും ചൂടി മഴ ഉണ്ടായിരുന്നു. അങ്ങനെ കൊടയും ചൂടി നമ്മളിതേ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഞാൻ നല്ല മഴയെ നടന്നു പോന്നു കേട്ടോ. ചേട്ടനോട് വരണ്ടാന്ന് പറഞ്ഞു, ഞാൻ നടന്നു പോന്നു. പാർക്കുട്ടി ഇവിടെ നടക്കുന്നുണ്ട് കണ്ട. അപ്പൊ നമ്മള് ഇനി തേങ്ങ പൊളിക്കണം. പാറുവിന് നമ്മളിന്ന് ഇതെല്ലാം ഉണ്ടാക്കിയാണ്, എന്ത് വെള്ളപ്പം. അപ്പം അതുകൊണ്ട് തന്നെ പാറു കുഞ്ഞന് ഇന്ന് തേങ്ങ പാലുണ്ടാക്കിയിട്ടില്ല. അപ്പം തേങ്ങ ഇല്ലാത്ത കാരണം ഉണ്ടാക്കാൻ തേങ്ങ പൊളിക്കണം. നല്ല മഴയുണ്ട് പുറത്ത്. തേങ്ങ പൊളി 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 പൊളി, അതാണ് ഇപ്പോഴത്തെ പണി. പൊളി പൊളി പൊളി. അമ്മ വന്നിട്ട് അമ്മുവിൻ്റെ ഡ്രസ്സാണ് ആകെ എടുക്കണത്, ഒരു കുന്നുപോലെ. ഇനി ഇത് മൊത്തം തിരുമ്പണം. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. പിന്നെ വിരിച്ചിടാനാണെങ്കിൽ സ്ഥലമില്ല. ഞാൻ ഓൾറെഡി തിരുമ്പിയ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് ഉണങ്ങാണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുമ്പാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ തിരുമ്പിടണം. പോയും പുള്ളിയിട്ട് വാ. അപ്പം ഞാൻ പോയിട്ട് മുകളിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് പൊളിക്കട്ടെ. കോല് വെച്ചിട്ടാണ് പൊളിക്കാൻ പോണത്. നമ്മൾ ഈ കുറ്റിക്കോല് വെച്ചിട്ട് തേങ്ങ ഇങ്ങനെ, നല്ല മഴയുണ്ട്. പാറു കുഞ്ഞനെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് കൊണ്ടാണ്ട് ഇടണ്ട, മഴ പെയ്യുണ്ട്. ഇവിടെ ഇട്ടോ, മഴ തോരുമ്പോ അങ്ങോട്ട് എടുത്തിടാം. തരാം പൊളിക്കട്ടെ. തേങ്ങയൊക്കെ നമ്മൾ സില്ലിയായിട്ട് 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ പൊളിക്കും. പിന്നെ ഭയങ്കര ഉണക്ക തേങ്ങയൊക്കെ ആകുമ്പോഴാണ് ഒരു പാടുണ്ടാവുക പൊളിക്കാൻ. അത് പെട്ടെന്ന് താഴെ പോയതല്ലേ എന്നാ പാറിന് പിടിക്കാറില്ല. അങ്ങോട്ട് വലിച്ചെറിയല്ല, അവിടേക്ക് ഇട്. മഴയത്തേക്ക് ഇടാൻ പാടില്ല. അപ്പൊ നമ്മള് തേങ്ങ പൊളിച്ചു. നമുക്ക് തേങ്ങ പൊട്ടിക്കാം. അപ്പൊ നമ്മൾ തേങ്ങ ഇതായതുകൊണ്ടാണ് പൊട്ടിക്കാൻ പോണത്. അയ്യോ പൊട്ടിക്കാം. തേങ്ങ വെള്ളം വേണോ?
അപ്പൊ നമുക്ക് ചോറ് ഊറ്റാട്ടോ. ചോറ് കഴിഞ്ഞാൽ വരുമ്പോ ഊറ്റാൻ വേണ്ടി ഇത് നല്ലോണം വേവുള്ളതാ. അപ്പൊ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഊറ്റാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പൊ അത്യാവശ്യം വെന്തുണ്ട്, നമുക്ക് ഊറ്റാം. അപ്പൊ നമ്മുടെ അമ്മൂതേ ഒടിഞ്ഞൂറ്റി ഉണങ്ങി തൂങ്ങി വന്നിട്ടാണ്. ഒരു 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇന്നാണ് അമ്മ ഉറങ്ങിയിട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഉറങ്ങിയിട്ട് എത്ര മണിക്ക് എണീറ്റ്? രാത്രി 7 മണി 7:30 ആവാറായപ്പോൾ അമ്മ എണീറ്റത്. അതുവരെ ഉറങ്ങായിരുന്നു. അത് ഒടിഞ്ഞൂറ്റി പനി, പുറമേന, കഴുത്തുവേന, കയ്യുവേന ഒക്കെ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇന്ന് മുടക്ക് കിട്ടി. അല്ല, ട്യൂഷനും മുടക്ക്, സ്കൂളും മുടക്ക്. ഇനി പോയി ഫുഡടി. ചേച്ചിയുടെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കാണ് പാറുക്കുട്ടി. എന്റെ മാത്രം വീഡിയോ തീയമ്മ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അമ്മേനെ കുഞ്ഞിന്റെ വീഡിയോ അമ്മയ്ക്കില്ലേ? തുന്നല്ലേ? ആരമ്മയുടെ തയ്ക്കണ തുണി അവിടെ ചുറ്റൂറ്റിട്ടണത്? ആരിട്ടിക്കണത്? ഞാനാ? പാരില്ലേ? പാരില്ല, കുമ്പത്തി പാര്. അമ്മേ ഇങ്ങനെ നടത്തി പല്ലി തേക്കാ. അപ്പൊ നമ്മുടെ നീലാസിറപ്സിന്റെ സ്മൂത്തിയും അതുപോലെ തന്നെ എഗ്ഗും ആട്ടോ. ഞാനിപ്പോ എഗ്ഗ് കൂടുതൽ എടുക്കുന്നുണ്ട്. കൂടുതൽ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് പേടിയാണ്, പക്ഷെ ഞാൻ കഴിക്കലുണ്ട്. എനിക്കത് നല്ലത് തോന്നി. വെയിറ്റ് ഗെയിൻ ഒന്നും അങ്ങനെ വരുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ. കഴിക്കാതിരിക്കണേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലത്. കാലത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കാം കേട്ടോ. എനിക്ക് കുറെ എഡിറ്റിംഗ് പണി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ എളുപ്പമാണ്. കാരണം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു 5-6-7 വീഡിയോ അല്ലെങ്കിൽ 10 വീഡിയോ ഒക്കെ എടുക്കും, ഷോർട്സും ഒക്കെ ആയിട്ട്, പിന്നെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്യലാണ് എനിക്ക് ഇരിക്കാനാണ് എനിക്ക് ഒരുപാട് നേരം നന്നായിട്ട് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യണത്. പിന്നെ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫോണിൽ എഡിറ്റ് ചെയ്യും. കൂടുതൽ ലാപ്ടോപ്പിലേ ചെയ്യാറ് കേട്ടോ. കാരണം വെച്ചാൽ അതാണ് എപ്പോഴും സെക്യൂർ ആയിട്ടും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണത് അതാട്ടോ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യണ ആപ്പ് FCP ആണ്. ഫൈനൽ കട്ട് പ്രോയിലാണ് ചെയ്യണത്. നമ്മുടെ MacBook പ്രോയിലാണ് എഡിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ആണ് ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ എഡിറ്റിംഗ് പരിപാടികൾ ഫൈനൽ ആയി കഴിഞ്ഞു. ഇതേ ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് പരിപാടി. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു ക്ലിപ്പാണിത്. ഇനി ഇത് റെൻഡർ ചെയ്ത് സെറ്റാക്കണം, അപ്ലോഡ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് പരിപാടി. അപ്പം നമ്മളിതേ പാറക്കുട്ടിയുടെ തലയിൽ വെളിച്ചെണ്ണ തേക്കാൻ പോകട്ടെ. നമ്മുടെ നീലാസിറപ്സിന്റെ വെളിച്ചെണ്ണയാണ് തേക്കണത്. ഹെയർ ഗ്രോത്ത് ഓയിൽ കുറച്ചേ തേക്കണുള്ളൂ. കാരണം വെച്ചാല് ജസ്റ്റ് ഒന്ന് അങ്ങനെ, അവൾക്ക് എന്നും നന്നായി തേക്കാറുണ്ട്. അപ്പൊ ഇനി എനിക്കൊക്കെ ചെറിയൊരു നീരുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവൾക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കൂടണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് തൊട്ട് പറ്റണേ ഉള്ളൂ. ഇന്ന് എന്നും തേക്കൂട്ടെ ഞങ്ങള്. നമ്മൾ എന്നും എണ്ണ വെച്ചിട്ടല്ലേ കുളിക്കുക പാറു. പിന്നെ തലയിലും തേക്കും. പിന്നെ എവിടെ തേക്കുക? കൈമയും കാലുമയും ഒക്കെ തേക്കും. ഇതല്ല കേട്ടോ, അത് വേറെ വിളിച്ചെന്ന്. അങ്ങനെ ആക്കല്ലേ, മുഖത്ത് കൊള്ളും. കുറുമ്പത്തി പാറു ആണോ? പാറു കുറുമ്പുണ്ട? കുറച്ച് കുറുമ്പുണ്ട കയ്യില്? കാക്കല്ല. ഉക്കൂളി പഠിപ്പിച്ച ഒരു പാട്ട് പാടിയേ? പാട്. മഴയുടെ പാടിയാ മതി. മാനത്ത് അല്ല താഴത്ത്. എന്തൊരു മയ്യാകാലത്ത് എന്തൊരു തണുപ്പി നേരത്ത്. കണ്ട, നമുക്ക് ഇത് കെട്ടി വെക്കാം. കുളിക്കുമ്പോ അഴിച്ചെടുക്കാം. ഞങ്ങള് മേലും കൂടി തേക്കൂട്ടാ. നമ്മുടെ നീലാസിറപ്സ്, നമ്മുടെ ഓറഞ്ച് പീൽ ഓയിൽ ഇല്ലേ, അതാണ് മേല് തേക്കുക. അപ്പൊ ഇത് ഞങ്ങള് ജസ്റ്റ് ഉടുപ്പ് കൂരിട്ട് തേക്കും. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കാണിക്കണില്ല. ജസ്റ്റ് ഞങ്ങള് മുഖത്ത് മാത്രമേ കാണിക്കണുള്ളൂ ഇപ്പൊ തേക്കണത്. അപ്പൊ എന്തായാലും നമുക്കിനി കുളിച്ചിട്ട് കാണാം. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോണം. അതുകൊണ്ട് ഞാൻ വേഗം കുളിപ്പിക്കാം. വരുമ്പോ നേരം വൈകും, ഉച്ചയാവും. വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോ ഇങ്ങനെ കാണിക്ക്. അങ്ങോട്ട് നോക്കിട്ട്
ക്യാമ്പ് കഴിഞ്ഞ് പോന്നപ്പോ അമ്മൂനൊരു ഹാമ്പർ കിട്ടി ഇന്നലെ. ബിരിയാണി, ഒരു കിറ്റ്, അതുപോലെ തന്നെ പപ്സ്, അങ്ങനെ കുറെ ഐറ്റംസ്, ചില്ലറ ചില്ലറ സ്വീറ്റ്സ്, കവലിന് മിഠായി, ബിസ്ക്കറ്റ്, ഇതുപോലുള്ള ഈ ഇത് കിട്ടിയപ്പോ നമ്മള് പാറുവിന് അങ്ങനത്തെ ഒന്നും വാങ്ങി കൊടുക്കലില്ല കേട്ടോ. അപ്പൊ പാറുവിന് ഇതൊരു അത്ഭുതമായിരുന്നു ഈ കണ്ടപ്പോ. അപ്പൊ ആളത് വാങ്ങിയിട്ട് എന്താ പറയാ കുടിച്ചു. അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ആൾക്ക് പിറ്റേ ദിവസം, അതായത് ഇന്നത് വേണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചേട്ടനായിട്ട് ചെയ്ത് കൊടുത്തെ മാങ്ങ എടുത്തങ്ങോട്ട് ജ്യൂസ് അടിച്ചു. എന്നിട്ട് അത് അരിച്ച് കുറച്ച് പഞ്ചസാര ജ്യൂസ് അടിച്ച് അരിച്ച് കുപ്പി. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെയാട്ടോ ജ്യൂസ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പാറുവിന് ഇന്നലെ അമ്മൂന് ഹാമ്പർ കിട്ടിയില്ല. ആ കുപ്പിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പാറുവിന് അതേ സാധനം വേണമെന്ന് പറഞ്ഞപ്പോ അതത്ര നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ജ്യൂസ് അടിച്ചിട്ട് അതിലൊഴിച്ച് കൊടുത്തത്. ഇത് അമ്മൂന് മാറ്റി വെച്ചതാട്ടോ. ഇതില് മധുരിട്ട കാരണം ഞാൻ കുടിക്കുന്നില്ല, പഞ്ചസാര ഇട്ടുണ്ട്. ഇഷ്ടണ്ടാ? രസണ്ടാ? കുടിച്ചോ കുടിച്ചോ. അമ്മുക്കുട്ടിയുടെ മാത്രം ഒരു 3 ഡ്രസ്സ് ഉണ്ട് കേട്ടോ അലക്കാനായിട്ട്. അപ്പൊ ഞാൻ അവൾക്ക് അവിടെ ക്യാമ്പില് 10 ദിവസം അലക്കാനൊന്നും പറ്റില്ല. അവള് 10 ജോഡി കൊണ്ടുപോയിണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇവർക്ക് അലക്കാനുള്ള സമയം രാത്രി 10 മണി 11 മണിക്കൊക്കെ ഇവർക്ക് എടുക്കുക. പുലർച്ചെ ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഒരു പോവും എനിക്ക് കാര്യങ്ങൾക്കൊക്കെ, അവരുടെ പരേഡും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അലക്കൽ നടക്കില്ല. എത്രയധികം പിള്ളേരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 4 ഡ്രസ്സുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ പകുതി ആയിട്ടാണ് അലക്കാന്ന് വിചാരിച്ചത്. കാരണം തോരിടാനുള്ള സ്ഥലം കൂടി വേണ്ടേ. 10 ജോഡി, എല്ലാം 10 ജോഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അലക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ മാത്രമേ ഉള്ളൂ. അതൊക്കെ കൊണ്ടുവന്നിട്ട് അലക്കണം. പിന്നെ മുഷിഞ്ഞത് ചിലതൊക്കെ ഞാൻ കൈ കൊണ്ട് തിരുമ്പിട്ടോ. ഹലോ, അപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞോട്ടോ. എനിക്ക് നേരമില്ല. ഞാൻ ഈ മുടി ഉണക്കിയിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ. നമ്മുടെ നിലാസ് ഔട്ട്ഫിറ്റ്സിലത്തെ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ഇരിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഔട്ട്ഫിറ്റ്സുകൾ. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ എടുക്കണം. അപ്പൊ ഈ മുടി ഉണങ്ങാണ്ട് എടുത്തു കഴിഞ്ഞാലേ ഭയങ്കര വൃത്തികേടാണ്. നല്ലോണം ഉണങ്ങണം. കാരണം എന്റെ മുടി പ്രത്യേകിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഓയിലി ടൈപ്പ് ആയതുകൊണ്ടേ ഉണങ്ങിയില്ലെങ്കിൽ അത് ഭയങ്കര ബോറാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉണക്കം വേണം. പിന്നെ പോയിട്ട് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീഡിയോ. ഞാൻ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്, ടോണർ അടിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ്സിലത്തെ കുറച്ചധികം നല്ല നല്ല ഔട്ട്ഫിറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഞാനിപ്പോ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നല്ല നൈറ്റ് ഡ്രസ്സുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാം. നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണ്ടേ, നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ. അതാണ് ഞാൻ പിന്നെ ഇതിലൊന്നും കാണിക്കാത്ത. കറക്റ്റ് അത് സെറ്റാക്കി കോർഡിനേറ്റ് ചെയ്യണം. അപ്പം എനിക്ക് നേരമില്ല, പെട്ടെന്ന് പോയിട്ട് എടുക്കണം. ഓരോ പണികൾ കഴിഞ്ഞ് വരുമ്പോഴേ ഇനി ഉച്ച കഴിയും ഞാൻ അവിടെ എത്താനായിട്ട്. ഇനി പാറുവിന് ഞാൻ പപ്പടം വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവളുള്ള സ്കൂളിലേക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണേ ഞാൻ അവള് വീട്ടിലുള്ള ദിവസങ്ങളിലാണ് നോൺ വെജ് കൊടുക്കുക. മുട്ട, മീൻ, ഇറച്ചി, ഇതൊക്കെ അവൾക്കാണ് ഇതൊക്കെ ഇഷ്ടം. ചിക്കനും അതുപോലെ തന്നെ മുട്ടയും. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുക. ഇന്നാണെങ്കിൽ എനിക്ക് നേരമില്ല. കാരണം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചെയ്യണം. എന്നാലും അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. എൻ്റെ മമ്മി എത്ര നോക്കിയാലും നേരം കിട്ടില്ല. അതാണ് ഏറ്റവും പുലിവാല് പിടിച്ച കാര്യം. എത്രയൊക്കെ തിക്കും തിരക്കിൽ ഓരോന്ന് ചെയ്താലും നേരം പോകും. എത്ര നേരമില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യൂട്ടോ. അത് വേറെ കാര്യം. സൺസ്ക്രീനും ഒന്നും മോയ്സ്ചറൈസറും ഒന്നും മറക്കില്ല. വെള്ളം ഞാൻ മുകളിലേക്ക് എടുത്തിട്ട് പോകും. ഞാൻ ഇവിടെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേ. പിന്നെ ഞാൻ നമ്മുടെ അണ്ടർ ആം റോൾ കൊണ്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നിലാസെർബ്സിന്റെ നമ്മുടെ നിലാസെർബ്സിൽ ഇറങ്ങാൻ പോണ പ്രൊഡക്റ്റാണ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഞാൻ പറയലുണ്ട്. എനിക്ക് അണ്ടർ ആംസിൽ എനിക്ക് തോന്നുന്നു ഈ ഫ്രിക്ഷൻ, അതായത് ഡ്രസ്സുകൾ തമ്മിൽ ഇങ്ങനെ ഒരസൽ കൂടുതലാണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ വിയർപ്പ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് കാരണം ഇപ്പൊ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ എനിക്ക് കുറയുന്നുണ്ട് കേട്ടോ അണ്ടർ ആം ഡാർക്ക്നെസ്. എനിക്കിപ്പം തീരെ ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് പ്രഗ്നൻസി സമയത്ത് നല്ലോണം, ഞാൻ അവിടെ ഫോട്ടോ വയ്ക്കാം, അത്രയധികം അണ്ടർ ആംസിൽ മാത്രമല്ല തുടയെടുക്ക് നെക്കൊക്കെ ഭയങ്കരമായിട്ട് കറുത്തുണ്ടായിരുന്നു പിഗ്മെന്റേഷൻ. ഈ പ്രസവ ചികിത്സ ഡെലിവറി കഴിയുമ്പോഴുള്ള ചികിത്സയിൽ കുറച്ചൊക്കെ കുറഞ്ഞു. പക്ഷെ അത് ബാക്കിയൊക്കെ നമ്മൾ ഈ ഓയിലും ബാത്ത് പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സ്ഥിരമായിട്ടുള്ള കെയറിങ് ആണ് മാറ്റം വന്നത്. പിന്നെ എനിക്ക് ഇപ്പം ജിമ്മിൽ പോയപ്പോഴാണ് ഈ ഒരു കണ്ട ഇങ്ങനെ. അപ്പം ഇത് നല്ല രീതിക്ക് തന്നെ എനിക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഇടണത്. ഇത് നമുക്ക് പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഇറങ്ങും കേട്ടോ. ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ബസ്സിൽ വന്നില്ലേ. അപ്പം എന്തായാലും ഞാൻ ഇനി വേഗം പോട്ടെ.
ഓക്കെ, അപ്പം ഞാൻ ഇനി മുകളിൽ പോയിട്ട് ബാക്കി വിശേഷത്തെ ഇതിനിടയിൽ പറയാം. ഹലോ, അപ്പം ഞാൻ ദേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് ഇല്ലേ, ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, നമുക്കൊരു നൈറ്റ് ഡ്രസ്സാണ്. അതായത് നമുക്കിങ്ങനെ മാക്സി ഒരു നൈറ്റ് ഡ്രസ്സ് മാതിരിയുള്ളതില്ലേ, നമുക്ക് ബനിയൻ ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെയാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ 1-2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളറുണ്ട്, ബ്ലാക്ക്, അതുപോലെ തന്നെ അങ്ങനെ ഗ്രേ, ഗ്രീൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ഞാൻ ഇട്ടിരിക്കണത് നമ്മുടെ സ്മോൾ സൈസാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞു. ഇനി വേറെ അടുത്ത സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ദിവസം ഞാനൊരു മാക്സിമം ഒരു 10 എണ്ണം ഷൂട്ട് ചെയ്യും. എന്നിട്ട് പതുക്കെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കുക ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സമയക്കുറവുകൊണ്ടും നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ ആക്റ്റീവ് ആവണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12:30 ഇനി ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം സംസാരിക്കാനായില്ല, നമുക്ക് നേരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകണം, വിശക്കുണ്ട്. കൊക്ക മുതലുകളൊക്കെ വയറ്റിൽ നിന്ന് ചാടി തുടങ്ങി, വയറ് പൊരിഞ്ഞു തുടങ്ങി. അങ്ങനെ ദേ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി ഇറങ്ങാൻ പോവാം, താഴേക്ക് പോവാട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കണ നേരം കേട്ടോ. അപ്പോൾ പിള്ളേരോട് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മുള്ള കാരണം അമ്മു പാറുവിനെടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. ഇനി ഞാൻ ചെന്നിട്ട് ഞാനും ചേട്ടനും കൂടെ കഴിക്കാം. അപ്പം എന്തായാലും നമുക്ക് താഴത്ത് പോവാം. അങ്ങനെ ദേ നമ്മുടെ ഫുഡാട്ടോ. മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതാട്ടോ ചാള കാണുന്നത്. പിന്നെ മാങ്ങ അമ്മുന് ഭയങ്കര ഇഷ്ടമായി, കാരണം ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവള് ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ദേ ഞാൻ റിലാക്സ് ആയിട്ട് കഴിക്കണ എന്റെ ഫുഡാട്ടോ ഉച്ചക്കലത്തെ. ചില ദിവസങ്ങൾ എനിക്ക് തീരെ പറ്റാറില്ല, കുറേ പണികളുണ്ടാവും. അപ്പോ ചടപടയെന്ന് അങ്ങോട്ട് കഴിച്ചു. ഞാൻ സാവധാനം കഴിക്കാൻ എനിക്ക് ഇഷ്ടം ഉച്ചക്കലത്തെ ഫുഡ്. ഇപ്പൊ ദേ 2 മണി കഴിഞ്ഞു കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ. സാധാരണ ഒരു 1:30 ഉള്ളിൽ കഴിക്കാറുണ്ട്. നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുമ്പോൾ, ഹെൽത്തി ആയിട്ട് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് വിശക്കും. അതൊരു ഇതാണ്. അപ്പോ ചില ദിവസങ്ങളിൽ അങ്ങനെയാ, നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് ചടപടപടപടപടയെന്ന് വാരി വലിച്ച് തിന്ന് ഓടേണ്ടി വരും. ഇനിയും പണികളുണ്ടാവും, അതുകൊണ്ടാണ്. അങ്ങനെ അപ്പൊ ഇന്നിപ്പോ ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. വീഡിയോ എടുത്തതേ വന്ന്. വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, ഒരുപാട് പിന്നിൽ അതിന്റെ പണിയുണ്ട്, അതിന്റെ കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിന്റെ പിന്നില്. ജസ്റ്റ് വെറുതെ വീഡിയോ എടുക്കാൻ മാത്രല്ല. അങ്ങനെ ഞാന് ഫുഡ് അടി കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വീണ്ടും എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു, എഡിറ്റിംഗ് പണിയൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാട്ടെ. അത് എനിക്ക് എന്തോ കഴിക്കാൻ തോന്നി. ചിലര് പറയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഏറ്റവും ദിവസം ഒന്നും കാണാനില്ല. ഞാൻ കഴിക്കും, എനിക്ക് തോന്നുമ്പൊക്കെ കഴിക്കും. അതുപോലെ തന്നെ എനിക്ക് ചീറ്റ് എടുക്കാൻ തോന്നുമ്പൊക്കെ ചീറ്റ് എടുക്കും. പക്ഷെ അതൊക്കെ ഒരു നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ ഫുഡിനെ കൺട്രോൾ, അത്രേ ഉള്ളൂ. കൺട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെ പോവാറില്ല എന്ന് മാത്രം. നമ്മുടെ മമ്മൊക്കെ പറയണ പോലെ കഴിക്കും, എല്ലാം ആവശ്യത്തിന് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതേ ഞാൻ കഴിക്കാട്ടോ. അത് കഴിക്കുന്ന ഇടയിൽ നമ്മുടെ പാർക്കുട്ടി വന്നു. എന്തേലും തിന്നാൻ വേണം എടുത്തോളുന്ന സാധനം കൊക്കോ പൗഡർ കൊടുക്കാട്ടോ. പൊടിച്ചിട്ടില്ലേ പുതിയ പാക്ക. ബാ മയമ്മ തരാ വേണ. ആൾക്ക് ഇത് അൺസ്വീറ്റൻഡ് ആണെന്ന് ആൾക്ക് അറിയില്ല. ആൾക്ക് ഇപ്പൊ എന്തേലും തിന്നാൻ വേണം. കണ്ട തെരഞ്ഞു പിടിച്ച് എടുത്തോളന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോളന്നാണ്. എത്തനോട് ക്യാമറ. അപ്പൊ എത്തനോടത്ത് എന്താ പറയാ ഇരിക്കണ സാധനം തിന്നോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വേണോ? ഇത് കക്കിനാന്ന് പറഞ്ഞല്ല, എത്ര തവണ പറഞ്ഞു കേട്ടാ? ഇല്ലല്ലോ. അപ്പൊ അമ്മുകുട്ടി നമ്മുടെ ട്രെയിനിങ്ങിനൊക്കെ പോയി, ക്യാമ്പിനൊക്കെ പോയി ആകെ കരുവാളിച്ച് വന്നേക്കാട്ടാ. അപ്പൊ അമ്മു നമ്മുടെ നിലാസർഫിന്റെ നിലാസർഫിന്റെ ഫേസ് പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇടണം കേട്ടോ. എന്തായാലും നാളെ ഇനി സ്കൂളിൽ പോകണം. അപ്പൊ അവളൊന്നും ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടണ്ട. അപ്പൊ തൈരിലാണ് മിക്സ് ചെയ്യണേ. ടാൻ ആയതുകൊണ്ട് തൈര് ഇവിടെ ഉള്ളത്, പാല് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വന്ന് തൈരിലിട്ടോ. അപ്പൊ അതേ തൈര് എടുത്തിട്ടുണ്ട്, നമ്മുടെ നിലാസബ്സിന്റെ ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്, ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പാർക്കുട്ടി ഇവിടെ ഉണ്ട്. എന്താണ് അതൊക്കെ കാണുന്നത്? അതെ മിക്സ് ചെയ്തിട്ട് മുഖത്തിടാം. അപ്പൊ അതേ അമ്മുക്കുട്ടിയുടെ മുഖം ഒന്ന് കാണിച്ചെങ്കിൽ നല്ല രീതിക്ക് തന്നെ കരുവാളിച്ചിട്ടായിരിക്കണേ. ഭയങ്കരമായിട്ട് കരുവാളിച്ചിട്ടുണ്ട്. ആകെ ക്ഷീണിക്കും ചെയ്ത് നോക്കി എല്ലൊക്കെ നിൽക്കണേ. അങ്ങനെ അപ്പോ അമ്മുക്കുട്ടിയുടെ ഫേസ് പാക്ക് മിക്സ് ചെയ്തു കേട്ടോ. ഇട്ടോ നമുക്ക് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, കണ്ണാടിയിൽ ഇടാം. നമ്മുടെ അമ്മുക്കുട്ടി ഇപ്പൊ കറക്റ്റ് 51 കിലോനായിട്ട്, അതായത് 60 കിലോ ഉണ്ടായിരുന്ന ആള് 51 കിലോനായി. ഏകദേശം ഒരു 10 കിലോന്റെ അടുത്തേക്ക് ആള് കുറച്ചുണ്ട്. 51 51 ആ ഒരു ലെവലിലാണ് നിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവള് ഈ ക്യാമ്പിന് പോയപ്പോ കുറെ കൂടി അവള് അവിടെ അധ്വാനം ഉണ്ട് നല്ലോണം. പിന്നെ അതുപോലെ തന്നെ പനി വന്നിട്ടുണ്ടാകുന്ന ആൾക്ക്. പിന്നെ ആൾക്ക് നല്ലോണം മേലുവേനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്.
അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ് നേരെ അങ്ങനെ തന്നെ കുളിച്ച് കെടുക്കാൻ പോവാന്നാ പറഞ്ഞത്. അവൾക്ക് വയ്യ കെടുക്കണം. അപ്പൊ നാളെയും കൂടി സ്കൂളിൽ നാളെ പോകണ്ടോന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ചേച്ചി ഇടുന്ന കണ്ടിട്ട് എന്നാ എന്റെ മോയ്സ്ചറൈസർ എടുത്തുകൊണ്ട് നോക്കി ഫേസ് പാക്ക് ഇടാൻ ആൾക്ക് അറപ്പാ അപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടാണ് ഇടുന്നത്. അടി വേണം പാറൂന്. കൊണ്ണയ്ക്ക് മതി, നോക്കിയോ കാൽമുട്ട് മതി, കഴിഞ്ഞൂട്ടാ, മുത്ര ഇട്ടാ മതിട്ടാ. അപ്പൊ കോറം തയ്ക്കാനായിട്ട് അടുത്താളും വന്നിട്ടതേ കൊടുക്കും. ഇപ്പൊ എല്ലാരും ആയി, ടിപ്പുമായി, അമ്മുമായി, പാറുമായി. ഇപ്പൊ എല്ലാരും കോറം കഴിഞ്ഞ അച്ഛനും കുറവുള്ളൂ, ബാക്കി എല്ലാരും ആയി ഇല്ലേ. എന്താ നീ ഇവിടെ ടിപ്പു? ചില ഡ്രസ്സുകള് നമ്മള് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാല്, എസ്പെഷ്യലി അവൾ ഈ പരേഡിന് കൊണ്ടുപോയതും അങ്ങനത്തെ വൈറ്റ് ഷർട്ട് ടീഷർട്ടും ഒക്കെ ഉണ്ട്, അവർക്ക് കോളർ ടീഷർട്ടൊക്കെ നിർബന്ധം കേഡറ്റ്സിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷർട്ടൊന്നും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ പോവില്ല, കഴുകൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമ്പി. പിന്നെ അവൾക്ക് ഒരു ജോഡി ഉള്ളു, അപ്പൊ വേറൊരു കുട്ടിയുടെ ഒരു ഡ്രസ്സും കൂടി കൊണ്ടുപോയിണ്ടായിരുന്നു, ക്യാമ്പിന് പോവാത്ത കുട്ടികളിലെ. അപ്പൊ അതൊക്കെ തിരുമ്പിയിടാട്ടോ. പിന്നെ അപ്പൊ ഇന്ന് എനിക്ക് വൈകുന്നേരം കുറച്ച് ഫുഡ് എന്തോ കഴിക്കാൻ തോന്നിയിട്ട്, അപ്പൊ നമ്മുടെ ചിക്കൻ സാലഡും 2 ചപ്പാത്തി കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പൊ ചിക്കൻ സാലഡ് മാത്രമൊക്കെയാണ് കഴിക്കാറ്, 5:30 ആവണുള്ളൂ. അപ്പൊ ഞാൻ എന്തേ കഴിക്കാം കേട്ടോ, ചിക്കൻ സാലഡാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പിള്ളേര് കഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളപ്പം. അമ്മു കെടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏകദേശം ഒരു ബ്രഷ് ചെയ്യലും ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നതേ നമ്മുടെ നില സെർബ്സിന്റെ നമ്മുടെ സിറാട്ടോ, ഹെയർ സിറം, റൂട്ടിലൈസിങ് ഹെയർ സിറം. ഇത് ഹെയർ ഗ്രോത്തിനും ഹെയർ നല്ലോണം സിൽക്കി സോഫ്റ്റ് ആവാനും, പ്ലസ് നമുക്ക് എന്തെങ്കിലും ഹെയർ ലോസ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും, വരാണ്ടിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. നല്ലതാണ്. എന്റെ ഈ ഒരു പോസ്റ്റ് പാർട്ടം എന്താ പറയാ ആ ഒരു സമയത്തൊക്കെ എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തൊരു സിറാട്ടോ അത്. കാരണം എന്താ വെച്ചാല് മുടി കൊഴിച്ചില്, പിന്നെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഞാനും മോളും ചെറുതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇത് അടിച്ചു കൊടുക്കുകയായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഞാനിത് മറക്കാറില്ല, പരമാവധി എല്ലായിടത്തേക്കും പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഹെയർ സിറത്തിന്. കാരണം എന്താ വെച്ചാല് മുടി വളർച്ചയ്ക്കും മാത്രല്ല, നമുക്കിപ്പോ ചില സമയങ്ങളിൽ നമുക്ക് എണ്ണ തേക്കാനോ മുടിനെ കെയർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല, നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണെങ്കിൽ നല്ലോണം ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളവരൊക്കെ, അതായത് ജോലിക്കാര്, പിന്നെ ഇതുപോലെ പിള്ളേര്, അമ്മമാർ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ, നമുക്ക് അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ നോക്കി ചിലപ്പോൾ പ്രശ്നമാവും, അവർക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലൊക്കെ നമ്മളെ സഹായിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ എന്റെ നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ, നമ്മുടെ ഡി ഏജ് ക്രീമും ആണ്. അപ്പൊ സിറം ഇട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഹെയർ സിറം തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങള്. ചില ദിവസങ്ങളിൽ എനിക്ക് കൂടുതലും തിരക്കാവും. ഇനി ലസബ്സിൽ പോകണ്ടെങ്കിൽ പറയും വേണ്ട, ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, അല്ലെങ്കിൽ കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് വരെ ഒരുപാട് നേരമാവും. പിന്നെ ഈ പാർക്കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കണോണ്ട് തന്നെ ഇപ്പൊ എനിക്ക് സമയം, അതായത് അവളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നിലാസെപ്സിലും നമ്മൾ വീഡിയോ എടുക്കൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ തീരെ ഒന്നിനും നേരില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അമ്മുക്കുട്ടി കിടന്നു കേട്ടോ, അവൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് തീരെ വയ്യായിരുന്നു അവള്, കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.